ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു വാക്കെടുത്ത് അതാണ് അദ്ദേഹം നിയമസഭയിൽ ആകെ പറയുന്നത് എന്ന മട്ടിൽ പറയരുത്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇവര് വ്യക്തിപരമായി അദ്ദേഹത്തെ കുടുംബത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ എന്തെല്ലാം വാചക കസരത്തുകളാണ് ഇവിടെ ശിവൻകുട്ടിയും VS അച്യുതാനന്ദനും സഭയിൽ ഇപ്പൊ ഇല്ലാത്ത അംഗങ്ങളെല്ലാം ഞാൻ അവരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്തൊക്കെയാണ് അധിക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. ഇത്ര പ്രകോപിതനാകേണ്ട എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതെല്ലാം നിയന്ത്രിക്കേണ്ട ഒരാളാണ്, സഭാനാഥനായിട്ടുള്ള ആളാണ് അദ്ദേഹം. എന്തിനാ ഇങ്ങനെ ഈ ഒരു ഇഷ്യൂവിൽ അദ്ദേഹത്തിന് ഞങ്ങൾ ആരെങ്കിലും കയ്യേറ്റം ചെയ്യൂ? ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഭരണകക്ഷിയിൽ നിന്ന് നമ്മൾക്ക് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഭരണകക്ഷിയിലെ ഒരു കൂട്ടം MLA മാർ ആക്രോശിച്ചു വന്നപ്പോൾ അതിന് നേരെ ഒരു വികാര പ്രകടനം ഉണ്ടായി എന്നതിനപ്പുറമായി യാതൊരു തരത്തിൽ ഞങ്ങൾ ഒരിക്കലും ഭരണപക്ഷ ബെഞ്ചിന്റെ അടുത്തേക്ക് പോലും പോയില്ല. അടിസ്ഥാനരഹിതമായ മുണ്ടുമടക്കി കുത്തിശിയായി ചില എം എൽ എമാര് റെക്കോർഡ് ചെയ്യുന്ന ആളുകളുടെ ഇടയിലൂടെ ഇപ്പുറത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വെബ്കാസ്റ്റിംഗ് പരിശോധിക്കാം. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇവിടെ നിയമസഭയാണ്, എത്ര ഇഞ്ച് ഏത് പക്ഷം ഇങ്ങോട്ട് നീങ്ങി എന്ന് നോക്കിക്കണ്ടു പ്രകോപിതരാകേണ്ട, അത്രമാത്രം പ്രതിരോധത്തിലാകേണ്ട എന്ത് സാഹചര്യമാണ് ഭരണപക്ഷത്തെ സംബന്ധിച്ചുള്ളത്? ഇവിടെ പ്രതിപക്ഷത്തെക്കാൾ അരക്ഷിതത്വം എന്തിനാണ് നിയമസഭയ്ക്കകത്ത് പിണറായിയും ഈ പിന്നിലുള്ള അണികളും ഒന്നടങ്കം അനുഭവിക്കുന്നത് എന്ന് മാത്രമല്ല, ഒരു മുഖ്യമന്ത്രിക്ക് ഇണങ്ങുന്ന രൂപത്തിലാണോ ഇദ്ദേഹം പ്രതികരിക്കുന്നത്? ഇതിനു മുൻപ് ഹൈബി ആദ്യം പറയുകയുണ്ടായി, ചാനൽ പ്രവർത്തകർ വാടകയ്ക്കെടുത്തു എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കരിങ്കൊടി കാട്ടിയവരെ. പിന്നീട് കോൺഗ്രസ് നേതൃത്വം പറയുകയാണ് ആളുകളുടെ പേര് സഹിതം ഇതെല്ലാം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന്. ഇപ്പോൾ പറയുകയാണ് ശിവസേനക്കാരെ വാടകയ്ക്കെടുത്തിരിക്കുന്നു പ്രതിപക്ഷമെന്ന്. ഇങ്ങനെ വായിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറയാനാണോ ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നിയമസഭയ്ക്കകത്തിരുന്ന് ഉത്തരവാദിത്വത്തോടെ മറുപടി പറയുന്നത്? അല്ല, നമ്മളിവിടെ വളരെ ശക്തനായ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നത്, അവകാശപ്പെടുന്നത്. ഇപ്പം ഇരട്ടച്ചങ്ക് പോയിട്ട് ഒരു ചങ്കും ഇല്ലാതായി. ഇപ്പം നാം കണ്ടതെന്താ? ഇന്ന് പൂർണ്ണമായും ഡിഫൻസ്ലെസ്സായി മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും. ഒരു സംശയവും വേണ്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വാളയാർ അടക്കം നിരവധി വിഷയങ്ങളിൽ പോലീസ്, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് അബ്ദുൽ ഖാദർ ചോദിച്ചു ഇവിടെ പോലീസെല്ലാം പാർട്ടിക്കാരാണോ എന്ന്. പാർട്ടിക്കാരാണോ പോലീസ് ആവേണ്ടത്? ഈ രാജ്യത്തെ പോലീസ് ഏത് പാർട്ടിക്കാരനാണെന്നുള്ളതല്ലല്ലോ പോലീസ് ന്യായമായി ചെയ്യേണ്ടത്. ഇപ്പോൾ പോലീസിനെ സ്ഥലം മാറ്റി, എന്ത് സസ്പെൻഷനും സ്ഥലം മാറ്റലും ഏത് പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ പോലീസിനെ സ്ഥലം മാറ്റലും ശിക്ഷിക്കലും ഒക്കെ കോമാളിത്തരമായിട്ടേ തോന്നിയിട്ടുള്ളൂ. കാരണം അത് വെറുതെ തൽക്കാലം ഒരു അടച്ചു വയ്ക്കാനാണ്. അടി കൊണ്ടവൻ അടി കൊണ്ടത് തന്നെ, അത് ഗുണ്ടായുസത്തിനായാലും കൊല്ലപ്പെട്ടവൻ തന്നെ, ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരൊരിക്കലും ഒരു കേസും തെളിയിക്കാൻ പോകുന്നില്ല. ഇവിടെ വളരെ ഡിഫൻസ്ലെസ്സായി ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി. പക്ഷേ ശ്രീ സി ആർ ആദ്യഘട്ടത്തിൽ അതിഗംഭീരമായ നിലപാടായിരുന്നു പിണറായി വിജയന്റേത്. അദ്ദേഹം പറയുകയാണ് ഈ പറയുന്ന സദാചാര ഗുണ്ടകളെ ഗുണ്ടകളായി തന്നെ കാണും. അദ്ദേഹം പറയുകയാണ് പോലീസിന്റെ ലാത്തി ഉയരേണ്ടത് ഈ ഗുണ്ടകൾക്ക് നേരെയാണ്. അദ്ദേഹം പറയുകയാണ് ശിവസേനയ്ക്ക് കാപ്പയുടെ ആനുകൂല്യം കിട്ടില്ല. ഇത്ര ശക്തമായ 3 സന്ദേശങ്ങൾ നൽകിയതിന് ശേഷമാണ് പിണറായി വിജയൻ പറഞ്ഞത് മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് ഇത് വാടകക്കാരാണെന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് പ്രശ്നം. ശിവസേന പോലെയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ സംഘടന, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സംഘടനയ്ക്ക് മറൈൻ ഡ്രൈവിൽ മുൻകൂട്ടി അറിയിച്ച് പത്രത്തിൽ കൊടുത്ത് ചൂരലുമായി യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ, ആളുകളെ അടിച്ചോടിക്കാൻ കഴിയുമെങ്കിൽ, അതൊരു പോലീസ് SIയുടെ ഒരു ചെറിയ ഒരു മിസ്റ്റേക്കായി മാത്രം അബ്ദുൽ ഖാദറോ മുഖ്യമന്ത്രിയോ കാണുന്നുവെങ്കിൽ എനിക്കതിനെപ്പറ്റി പറയാനില്ല. കാരണം കേരളത്തിൽ ഇവർ കുറേ കാലമായി ഇത്തരത്തിൽ കുറേ ആളുകൾ ഹനുമാൻ സേനയായാലും ശിവസേനയായാലും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതറിയാത്തതല്ല. മുഖ്യമന്ത്രി തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. പറയാൻ ആർക്കാ പറ്റാത്ത വേണു, ചെയ്ത് കാണിക്കണ്ടേ? ചെയ്യുന്നത് അവസാനം എന്താ? ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം. അതൊന്നുമല്ല. ഇത് തടയാൻ കഴിഞ്ഞില്ല കേരളത്തിൽ. ഇത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് ഇതുണ്ടാവും, നാളെ കൊല്ലത്തുണ്ടാവും, ആലപ്പുഴ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെ മുഖ്യമന്ത്രി മംഗലാപുരത്ത് പോയി. മധ്യപ്രദേശിലെ തടസ്സമായി അദ്ദേഹം പറയുന്നത് അവിടുത്തെ സർക്കാരിനോട് കാട്ടേണ്ട മര്യാദ എന്ന നിലയ്ക്കാണ്. ഇനിയിപ്പോൾ അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോവുകയാണ്, അവിടുത്തെ പദയാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കാൻ. മംഗലാപുരത്ത് വെച്ച് എന്തൊരു ഊറ്റം കൊള്ളലായിരുന്നു. ഇന്ദ്രനെ ചന്ദ്രനെ തടക്കാൻ കഴിയില്ല എന്ന്. ഇന്ദ്രനെ ചന്ദ്രനെ തടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു പിണറായി വിജയൻ
എന്ന ഒരു വ്യക്തിയുടെ വീരസ്യമല്ല കേരളത്തിന് വേണ്ടത്. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. മധ്യപ്രദേശിൽ പിണറായിക്ക് എത്താൻ കഴിയാത്ത സമാനമായൊരു സാഹചര്യമാണ് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ പൊതുസമൂഹത്തിനും അനുഭവിക്കേണ്ടി വരുന്നത് എന്നല്ലേ? അല്ല, അദ്ദേഹത്തിന്റെ പ്രസ്താവന തന്നെ മനസ്സിലാവല്ലോ. ഇന്ദ്രനും ചന്ദ്രനും വിചാരിച്ചുള്ളതിനെ പറ്റില്ല. അദ്ദേഹത്തിന്റെ ശൈലി അത് ഒരു ജനാധിപത്യ രീതിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ഭരണകർത്താവിന് യോജിച്ച രീതിയാണ്. അത് തന്നെയാണ് ഈ ഇതിന്റെ പ്രശ്നം. ഇത് അധികാരത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ ഈ ഒറ്റപ്പെട്ട സംഭവം, ഒറ്റപ്പെട്ടല്ല, ഇപ്പോൾ എറണാകുളം നടന്ന സംഭവമല്ല, ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. കേരളത്തിൽ എത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ വിവസ്ത്രമായ ഒരു ആളിനെ കെട്ടിയിട്ട് സദാചാര ഗുണ്ടകൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി കോഴിക്കോട് നടന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ്, നേരത്തെ IB സൂചിപ്പിച്ചു, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നടന്നതിനെ കുറിച്ച് ഏതെങ്കിലും SIക്ക് സസ്പെൻഷൻ ഉണ്ടോ? എന്താ ചെയ്തത് അവിടെ ചെയ്തത്? ഇതിൽ വാദിയായ ആളുകളെ പ്രതിയാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായി ആളുകൾ നിൽപ്പുണ്ട്. സ്ത്രീ പീഡനം കൊടുക്കാൻ സ്ഥിരമായി അവിടുത്തെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ പരിശോധിച്ചു നോക്കുക. ഒരു പെൺകുട്ടി സ്ഥിരമായി സ്ത്രീ പീഡന കേസ് കൊടുക്കുന്ന ഒരാളാണ്. 1 2 പരാതി 3 പരാതി ഇതുവരെ ആ പെൺകുട്ടി മാത്രം കൊടുത്തിട്ടുണ്ട്. അത് ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? പാർട്ടിക്കാർ എന്തോ ചെയ്തോട്ടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനക്കാർ എന്തോ ചെയ്യട്ടെ, ഗവൺമെന്റ് എന്നുള്ള നിലയിൽ അതിനൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യില്ലേ? അതെന്താ സദാചാര ഗുണ്ട ഇല്ലേ? 2 പെൺകുട്ടികൾ വളരെ വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പ് പറഞ്ഞത്. ഞങ്ങളൊക്കെ അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പം അവർ പറഞ്ഞത് ഇത് പൊതുവേദിയിൽ ഞങ്ങൾക്ക് അവതരിപ്പിച്ചതൊരു സോഷ്യൽ ഇഷ്യൂ ആക്കി കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതെവിടെ എത്തി? അപ്പൊ ഇത് ഈ സദാചാര ഗുണ്ടകൾക്കെതിരായാലും മറ്റ് അക്രമം നടത്തുന്നവർക്കായാലും എതിരായി മുഖം നോക്കാതെ നടപടി എടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഭരണകൂടം കാണിക്കണം. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് സദാചാര ഗുണ്ടായിസത്തിന്റെ കാര്യത്തിൽ SFIയും ശിവസേനയും ഒരേ തൂവൽ പക്ഷികളോ? ഇടവേളയ്ക്ക് ശേഷം.